അസൗകര്യങ്ങളാൽ വീർപ്പുമുട്ടുന്ന ഉദുമ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം രോഗികൾക്ക് ദുരിതമാകുന്നു. ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും കെട്ടിടത്തിന്റെ അപകടാവസ്ഥയുമെല്ലാം ഒരു കാലത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ച മാതൃക കാട്ടിയിരുന്ന ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അവതാളത്തിലാക്കുകയാണ്. കിടത്തി ചികിത്സ ഉൾപ്പെടെ നടത്തി ആളുകൾക്ക് ഏറെ ആശ്വാസം പകർന്നിരുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഇപ്പോൾ ഈ ദയനീയ സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നത്. ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതിനാൽ ഇന്ന് ഇവിടെ എത്തുന്ന രോഗികൾ അനുഭവിക്കുന്ന ദുരിതം ചെറുതൊന്നുമല്ല. സാധാരണ ദിവസങ്ങളിൽ തന്നെ 300-ലധികം രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ഇവിടെ ജീവിതശൈലി രോഗനിർണയവും കുട്ടികൾക്കുള്ള കുത്തിവയ്പ് നടക്കുന്ന ബുധൻ വ്യാഴം ദിവസങ്ങളിൽ തിരക്ക് അതിലും വർദ്ധിക്കും. 3 ഡോക്ടർമാരുടെ അവശ്യ സേവനം വേണ്ട ഈ ഹെൽത്ത് സെന്ററിൽ നിലവിലുള്ളത് ഒരാൾ മാത്രം. ഇദ്ദേഹം അവധിയായതോടെ ദുരിതം ഇരട്ടിയായി. പിന്നെയുള്ളത് ഒരു മെഡിക്കൽ ഓഫീസർ മാത്രം. ഇദ്ദേഹത്തിനാകട്ടെ സബ് സെന്ററുകളിലും അംഗൻവാടികളിലുമൊക്കെ സന്ദർശനം നടത്തേണ്ടി വരുന്നതിനാൽ അധിക സമയ ജോലി ചെയ്താണ് പലപ്പോഴും രോഗികളെ പരിശോധിക്കുന്നത്. ഡെപ്യൂട്ടി DMO ആയി വിരമിച്ച ഒരു ഡോക്ടറുടെ കാരുണ്യത്താലാണ് ഇവിടെ എത്തുന്ന രോഗികളുടെ പരിശോധനയും ചികിത്സയും ഇപ്പോൾ നാളുകളായി നടക്കുന്നത്. ചെങ്കണ്ണുൾപ്പെടെയുള്ള പെട്ടെന്ന് പകരുന്ന രോഗവുമായി എത്തുന്നവർ പോലും മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ടി വരുന്നത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ്. ഇതിനിടയിൽ തങ്ങൾക്ക് ഇരിക്കാൻ പോലും സൗകര്യമില്ലാത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചികിത്സ തേടിയെത്തുന്നവർ നിസ്സഹായതയോടെ പറയുന്നു. ഇപ്പോൾ ഈ ആശുപത്രിയിൽ കുറേ സമയം നമ്മൾ വന്നിട്ട് നിൽക്കേണ്ട ഗതികേട് വരുന്നുണ്ട്. ഇരിക്കാനും ഒന്നും സീറ്റില്ല. കാലും കൈയെല്ലാം വേദന എടുത്തിട്ട് പറ്റുന്നില്ല. കുറേ സമയം നമ്മൾ നിൽക്കേണ്ടി വരുന്നു. തക്കതായ ഡോക്ടർമാരുണ്ടാകുന്നില്ല ഇവിടെ. മുമ്പേ നല്ല സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ വലിയ ആൾക്കാർ ചിലപ്പോൾ ഒരു ഡാട്ടുണ്ടാകുന്നത് ഡാക്ടർ പല അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്യൂട്ടിക്കും പോകുന്നതിനോട് ഹോസ്പിറ്റലിൽ ശരിക്കും ഡോക്ടർമാരുണ്ടാകുന്നില്ല. കുറേയൊക്കെ ഈ ആൾക്കാരെങ്കിലും ഇപ്പോൾ കാണില്ല. ഇപ്പോൾ ഇതിൽ കുറേ സമയം നിൽക്കേണ്ടതും ഇതാക്കേണ്ടി വരും. മുൻകാലത്ത് ഇവിടെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഡോക്ടർ പലപ്പോഴേ ഉണ്ടാകുന്നുള്ളൂ. ഇവിടെ എത്രയോ ആൾക്കാർ വന്ന് ക്യൂവിൽ നിന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനോ മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ഇല്ലാത്തതാണ് ഒരു കാലത്ത് ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെ ഈ രീതിയിലേക്ക് തള്ളിവിടുന്നത്. കെട്ടിടത്തിന്റെ അപകടാവസ്ഥയാണ് കിടത്തി ചികിത്സ നിലയ്ക്കാൻ ഇടയാക്കിയതെന്നും ജീവൻ പണയം വെച്ചാണ് പലപ്പോഴും ജീവനക്കാർ ജോലി ചെയ്യുന്നതെന്നും ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് പറയുന്നു. കിടത്തി ചികിത്സ നടത്താതിരിക്കാൻ പ്രധാന കാരണം ഇത് ബിൽഡിംഗ് അൺഫിറ്റാണ്. അപ്പോൾ അവിടെ നിന്നും മുകളിൽ നിന്നും കോൺക്രീറ്റിൽ അടർന്നു വീഴുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കിടത്തി ചികിത്സ തുടങ്ങാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന പേഷ്യൻസിൻ്റെ മേലിലും അതുപോലെ നമ്മുടെ സ്റ്റാഫിൻ്റെ മേലിലും ഇത് വീണുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ അത് കറക്റ്റാക്കി സ്റ്റാർട്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ ഇപ്പോൾ തന്നെ നമ്മുടെ ഇത് കണ്ണ് പരിശോധനയും അതുപോലെ തന്നെ ഇത് ഇമ്മ്യൂണൈസേഷൻ നടക്കുന്നത് പോലും വളരെ റിസ്ക് ആയിക്കൊണ്ട് ഈ വീഴാൻ സാധ്യതയുണ്ട്. ആ റിസ്ക് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ശരിക്കും ഇവിടെ ഈ കണ്ണ് പരിശോധന സംവിധാനവും അതുപോലെ തന്നെ ഇമ്മ്യൂണൈസേഷൻ നടത്തും. പല കെട്ടിടത്തിന്റെയും ചുമരും സീലിംഗുകളും സിമന്റ് പാളി അടർന്ന് അപകടാവസ്ഥയിലാണ്. കിടത്തി ചികിത്സ നിലച്ചതോടെ ഇവിടെയുണ്ടായിരുന്ന പല തസ്തികകളും എടുത്തു കളഞ്ഞു. ഈ PHCക്ക് കീഴിൽ ആകെയുള്ള 8 സബ് സെന്ററുകളിൽ 3 മാത്രമേ പേരിനെങ്കിലും സ്വന്തമായി കെട്ടിടമുള്ളൂ. അതിനു തന്നെ വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യം പോലുമില്ല. പഞ്ചായത്ത് മുൻകൈയെടുത്ത് ആവശ്യമായ സ്ഥലവും മറ്റ് സൗകര്യങ്ങളും നൽകിയാൽ ആരോഗ്യമേഖലയിലെ വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് ഈ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന വിധത്തിൽ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് ആരോഗ്യ മേഖലയിലുള്ളവർ തന്നെ പറയുന്നു. പക്ഷേ എന്തുകൊണ്ടോ കൺമുന്നിലുള്ള ഈ വലിയ ഉത്തരവാദിത്വം കാണേണ്ടവർ കാണാതെ പോകുകയോ കണ്ടിട്ടും അവഗണിക്കുകയോ ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.